ഹേ ഗായ്സ്, സോ ഞാനിപ്പോൾ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനാണ് വന്നത്. ബിക്കോസ് എനിക്കിപ്പോൾ ഒരു മിക്സഡ് ഇമോഷൻ ഉള്ള ഒരു ദിവസമാണ്. ബിക്കോസ് എന്താണ് അതിൻ്റെ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ 4 years ഓഫ് എൻ്റെ എഞ്ചിനീയറിംഗ് ഓർ മൈ ഡിഗ്രി ഈസ് ഫൈനലി ഓവർ എന്ന് പറയുമ്പോൾ ഇതുവരെ റിസൾട്ട് ഒന്നും വന്നിട്ടില്ല. പക്ഷേ എൻ്റെ 4 വർഷത്തെ എൻ്റെ കഠിനമായ ഹോസ്റ്റൽ ജീവിതവും എൻ്റെ 4 വർഷത്തെ എൻ്റെ കഠിനമായ എൻ്റെ പഠിത്തവും തീർന്നിരിക്കുന്നു. അറ്റ് ലാസ്റ്റ് അതിന് അവസാനം ഒടുക്കത്തിൽ അതിനൊരു അന്ത്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി അങ്ങോട്ട് എന്തായതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഈ ലാസ്റ്റ് ഡേ ഓഫ് ഹോസ്റ്റൽ എന്നൊക്കെ പറഞ്ഞല്ലോ, അത് ഭയങ്കര ഒരു മിക്സഡ് ഇമോഷൻ നിറഞ്ഞൊരു ദിവസമായിരിക്കും. ബിക്കോസ് നമ്മൾ ആ 4 വർഷം എങ്ങനെയാണ് നമ്മൾ കോളേജിൽ നിന്ന്, അതുപോലെ തന്നെ നമ്മൾ കിടന്നുറങ്ങിയ ബെഡ്, അതേപോലെ തന്നെ നമ്മൾ കഴിച്ച പാത്രം, അതുപോലെ നമ്മൾ പോകുന്ന ഓരോ സ്ഥലങ്ങൾ, ഇപ്പോൾ എല്ലാവർക്കും ഓരോ ഫേവറേറ്റ് പ്ലേസസ് ഉണ്ടാവും. അതേപോലെ തന്നെ എനിക്ക് എൻ്റെ ഹോസ്റ്റലിലെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് ആണ് എൻ്റെ ടെറസ്. ബിക്കോസ് എന്തിനാണെന്നറിയോ, ഇത് കാണിച്ചു തരാം. ഇതാ കാണുന്നുണ്ടോ? ഇതാ കാണുന്ന വ്യൂവിനാണ്. കാണാമെന്ന് എനിക്കറിയില്ല, ബട്ട് ആ മലയോരങ്ങളിൽ കാണുന്ന വ്യൂവിനാണ്. ബട്ട് സാരിയില്ല, ഞാനതുകൊണ്ട് എൻ്റെ ലാസ്റ്റ് മൊമെൻറ്റ്സ് ഞാൻ ഇവിടുന്ന് ആസ്വദിക്കുകയാണ്. കാരണം ഇനി ഞാൻ ഈ ഹോസ്റ്റലിലൊക്കെ വരാൻ വേണ്ടി വളരെ ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ചിട്ടിരിക്കുകയാണ് എൻ്റെ ലാസ്റ്റ് ഡേ ഓർ ലാസ്റ്റ് നൈറ്റ് എന്ന് പറയുന്നത്. അറ്റ് ലാസ്റ്റ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിന്ന് പഠിച്ച സ്ഥലം എനിക്ക് ഒരുപാട് നല്ല നല്ല ഓർമ്മകളും നല്ല സുഹൃത്തുക്കളെയും നല്ല മനുഷ്യരെയും എനിക്ക് എൻ്റെ ലൈഫിൽ തന്നിട്ടാണ് ഞാൻ ഇവിടുന്ന് ആക്ച്വലി പോകുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇനി മുന്നോട്ടുള്ള യാത്ര എങ്ങനെ ഏതാണെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ എം ഗോയിങ് ബാക്ക് ടു മൈ ഹോം. കുറേ നാൾക്ക് ശേഷം ഞാൻ പോവുകയാണ്. ഐ എം സോ എക്സൈറ്റഡ്. ശരി, ഓക്കെ, ഇനി എന്താ നടക്കാൻ പോകുന്നത് ഇനി വഴി കാണിക്കാൻ പറ്റുവാണെങ്കിൽ കാണിക്കാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.